ഒമാൻ പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത ബെൽ ഐക്കൺ ബട്ടൺ ഇനേബിൾ ചെയ്യൂ. ഒമാൻ പ്രവാസി മീഡിയ ഒമാൻ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നജില ഷിബിൻ. സിനിമാ തിയേറ്ററുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് മസ്കറ്റ് നഗരസഭ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തിയേറ്ററിന്റെ മൊത്തം ശേഷിയുടെ 50% പേരെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്ന സംവിധാനം നടപ്പാക്കുകയും വേണം. 2 പേർക്കിടയിൽ 2 സീറ്റുകൾ ഒഴിച്ചിടണം. ഇതിനു പുറമെ 1.5 വരികൾ വീതം ഒഴിച്ചിടുകയും വേണം. രോഗാണുമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾ പ്രതിബദ്ധതയോടെ നടപ്പാക്കണം. ഓരോ ഷോവിനിടയിലും 15 മിനിറ്റിന്റെ ഇടവേളയും ഉണ്ടാകണം. 4-ൽ കൂടുതൽ ആളുകൾ കൂട്ടമായി വരുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കണമെന്ന് മസ്കറ്റ് നഗരസഭ ഉപഭോക്താക്കളോട് നിർദ്ദേശിച്ചു. കോഴിക്കോട് സ്വദേശിയെ ഒമാനിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. വടകര കുറ്റ്യാടി കക്കട്ടൽ സ്വദേശി താഹിറാണ് മരിച്ചത്. ബിദായയിലെ താമസ സ്ഥലത്ത് തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 5 വർഷത്തോളമായി ബുറൈമയിൽ ജോലി ചെയ്തിരുന്ന താഹിർ മലയാളിയുടെ കോഫി ഷോപ്പ് ഏറ്റെടുത്ത് നടത്തുന്നതിനായി അടുത്തിടെയാണ് ബിദായയിൽ എത്തിയത്. തിങ്കളാഴ്ച കഫ്തീരിയയിൽ എത്തിയിരുന്നില്ല. ചൊവ്വാഴ്ച രാവിലെയും മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ 3 ബംഗ്ലാദേശ് സ്വദേശികൾ മരിച്ചു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ അൽകാമിൽ അൽ വാഫിയിലെ സ്വദേശിയുടെ കൃഷിത്തോട്ടത്തിൽ ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. വിഷവാതകം ശ്വസിച്ചതാണ് അപകട കാരണമെന്ന് കരുതുന്നു. പാർക്കുകളിലും ബീച്ചുകളിലുമായുള്ള പ്രവേശനാനുമതി കർശനമായ സുരക്ഷാ നടപടികൾ പാലിച്ചു മാത്രമായിരിക്കും നടപ്പാക്കുകയെന്ന് മസ്കറ്റ് നഗരസഭ അറിയിച്ചു. പാർക്കുകളിൽ കുടുംബ ഒത്തുചേരലുകൾ അടക്കം ആളുകൾ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യവും അനുവദിക്കില്ല. പാർക്കുകളിലെ വാഹന പാർക്കിംഗ് ശേഷി 50% കുറയ്ക്കും. പാർക്കുകളുടെ പ്രവേശന സമയം കുറയ്ക്കുന്നതിന് ഒപ്പം അകത്തു കയറുന്നതും പുറത്തിറങ്ങുന്നതും ഒരു കവാടത്തിലൂടെ മാത്രമാക്കുകയും ചെയ്യും. ആളുകൾ 2 മീറ്റർ സാമൂഹിക അകലം പാലിക്കാൻ ശ്രമിക്കണം. മുഖാവരണം ധരിക്കാത്തവർക്ക് പ്രവേശനം അനുവദിക്കില്ല. മസ്കറ്റ് തലസ്ഥാന ഗവർണറേറ്റിൽ മയക്കുമരുന്ന് കടത്തിയ സംഘത്തിൽപ്പെട്ട 3 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 29 കെട്ട് ഹാഷിഷ് പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഒമാനിൽ 209 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം 1,23,908 ആയി. 225 പേർ കൂടി രോഗമുക്തരായി. 1,15,441 പേർക്കാണ് ഇതുവരെ രോഗം ഭേദമായത്. 7 പേർ കൂടി മരണപ്പെട്ടു. ആകെ മരിച്ചവർ ഇതോടെ 1,430 ആയി. 18 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 199 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 105 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. ഒമാനിലെ വിദേശ തൊഴിലാളികളുടെ തൊഴിൽ സ്റ്റാറ്റസ് മാറ്റുന്നതിനായി അധിക സമയം അനുവദിച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിലുടമകൾക്ക് ഡിസംബർ 6 മുതൽ ജനുവരി 6 വരെ ഇങ്ങനെ സ്റ്റാറ്റസ് മാറ്റാവുന്നതാണ്. തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഇതനുസരിച്ച് നിരോധിക്കപ്പെട്ട തസ്തികകളിൽ നിന്ന് അനുവദനീയമായ വിഭാഗങ്ങളിലേക്ക് വിസയിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഒരു സ്ഥാപനത്തിന് കീഴിലുള്ള വിവിധ വിഭാഗങ്ങളിലേക്ക് ജോലിക്കാരെ മാറ്റുന്നതിനുള്ള അപേക്ഷകളും ഇക്കാലയളവിൽ നൽകാവുന്നതാണ്. വിദേശ തൊഴിലാളികളുടെ വേതനത്തിലും ഭേദഗതി വരുത്താം. നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു തൊഴിലുടമയിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകളും നൽകാവുന്നതാണ്. നിബന്ധനകൾക്ക് വിധേയമായി ഒമാനിൽ നിന്ന് തന്നെ വിദേശ തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതിക്കും ഇക്കാലയളവിൽ അപേക്ഷിക്കാവുന്നതാണ്. വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്ക് വർധനയ്ക്കെതിരെ മൈത്രി സീപ് മേഖലാ കമ്മിറ്റി പ്രമേയം പാസാക്കി. എയർ ബബിൾ കരാറിൽ പ്രതിവാര സീറ്റുകൾ കുറഞ്ഞതിന്റെ മറവിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന വിമാന ടിക്കറ്റ് നിരക്ക് ഒമാനിൽ നിന്ന് ഔട്ട് പാസ് ആനുകൂല്യത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ അലട്ടുന്ന വലിയ പ്രശ്നമായി ഉയർന്നു വരികയാണെന്ന് മൈത്രി ഭാരവാഹികൾ പറഞ്ഞു. കോവിഡിന്റെ വിഷമഘട്ടത്തിൽ പ്രവാസികൾക്ക് താങ്ങാവേണ്ട വിമാന കമ്പനികളും കേന്ദ്ര സർക്കാരും ഇത്തരത്തിലുള്ള വിലവർധനയിലൂടെ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന സമീപനമാണ് കൈക്കൊള്ളുന്നത്. നിരക്ക് വർധന പിൻവലിക്കണം എന്ന് വിമാന കമ്പനികളോട് ആവശ്യപ്പെടുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മസ്കറ്റിൽ കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവുകളുടെ ഭാഗമായി 7ാം ഘട്ട വാണിജ്യ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി നിലവിൽ വന്നു. സുപ്രീം കമ്മിറ്റി യോഗത്തിലെ തീരുമാനപ്രകാരം ചൊവ്വാഴ്ചയാണ് ആഭ്യന്തര മന്ത്രാലയം വാണിജ്യ പ്രവർത്തനങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത്. ചൊവ്വാഴ്ച മുതൽ തന്നെ തീരുമാനം പ്രാബല്യത്തിലാവുകയും ചെയ്തു. ഇതുപ്രകാരം സിനിമാ തിയേറ്ററുകളും പാർക്കുകളും പൊതുസ്ഥലങ്ങളും തുറന്നു. കഴിഞ്ഞ 8 മാസമായി പാർക്കുകളും സിനിമാ തിയേറ്ററുകളും അടഞ്ഞുകിടക്കുകയായിരുന്നു. ബീച്ചുകളിലേക്ക് ചൊവ്വാഴ്ച മുതൽ പ്രവേശനാനുമതി നൽകുകയും ചെയ്തു.
കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഒക്ടോബർ ആദ്യത്തിലാണ് ബീച്ചുകളിലേക്കുള്ള പ്രവേശനം അധികൃതർ വിലക്കിയത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശനാനുമതി നൽകിയതാണ് പ്രധാന തീരുമാനം. മവാല പഴം പച്ചക്കറി മാർക്കറ്റിലെ ചില്ലറ വിൽപ്പന പുനരാരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാളുകളിലെയും വാണിജ്യ കേന്ദ്രങ്ങളിലെ ഫുഡ് കോർട്ടുകൾക്കും പ്രവർത്തനാനുമതി ലഭിച്ചു. എക്സിബിഷനുകളും സമ്മേളനങ്ങളും മുൻകരുതലുകൾ നടപടികൾ പാലിച്ച് നടത്തുകയും ചെയ്യാം. ഹെൽത്ത് ക്ലബ്, കിൻഡർ ഗാർഡൻ, നഴ്സറികൾ എന്നിവയ്ക്കും പ്രവർത്തനാനുമതി നൽകി. മ്യൂസിയങ്ങളും കോട്ടകളും അടക്കം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തുറക്കും. കാണികളെ പ്രവേശിപ്പിക്കാതെ കായിക മത്സരങ്ങൾ നടത്താവുന്നതാണ്. ബൗളിംഗ് സെന്ററുകൾ, ബ്യൂട്ടി സലൂണുകളിലെ 2ാം ഘട്ട സേവനങ്ങൾ, വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലെ ട്രയൽ റൂം തുറക്കൽ, മാളുകളിലെ വിനോദ സ്ഥലങ്ങൾ, ക്യാമ്പിംഗ് സാധനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കടകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയും പുതുതായി അനുമതി ലഭിച്ചവയിൽ ഉൾപ്പെടും. വെഡ്ഡിംഗ് ഹാളുകളും തുറക്കാം. പരമാവധി 50 പേർക്ക് മാത്രമാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾക്ക് പ്രവേശനം അനുവദിക്കാൻ പാടുള്ളൂ. മാളുകളിലെ പാർക്കിംഗ് സ്ഥലങ്ങൾ ഇനി പൂർണ്ണമായും വിനിയോഗിക്കുകയും ചെയ്യാമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒമാൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡേവിഡ് മൈക്കൽ ഖലഫയുടെ കരാർ റദ്ദാക്കി. പുതിയ സിഇഒ ആയി ഹുസൈൻ ജമാ ഇസ്മായിൽ ബൈത്ത് ഇസ്ഹാക്കിനെ നിയമിച്ചതായും കമ്പനി അറിയിച്ചു. ഇന്നലെയാണ് പുതിയ സിഇഒ ചുമതലയേറ്റത്. നവംബർ 24 ചേർന്ന കമ്പനി ബോർഡ് മീറ്റിംഗ് അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മസ്കറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. അടുത്തതായി ഒമാൻ പ്രവാസി മീഡിയ ജോബ് ന്യൂസിലേക്ക്. ഒമാനിലുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് താഴെ പറയുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫ്സിന് ആവശ്യമുണ്ട്. പൊറോട്ട മേക്കർ, കുക്ക് ഫോർ അറബിക് ഐറ്റംസ്, ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ, വെയിറ്റർ. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 94124302. ബർക്ക റൂമൈസിൽ ബിൽഡിംഗ് മെറ്റീരിയലിനും ഗ്രോസറി ഷോപ്പിനും അനുയോജ്യമായ 3 ഷോപ്സ് വിൽപ്പനയ്ക്ക്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 79828133.